സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഓൾറെഡി ഈ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അതായത് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ഇവിടെ ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഈ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത ശേഷം നിങ്ങൾ ഇവിടെ കാണുന്ന ആ ഒരു ക്യാപ്ച കോഡ് ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ്, അത് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം സ്പെല്ലിങ്സ് കാണാം, അത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിക്കവർ പാസ്വേഡ് ബൈ ഇമെയിൽ, റിക്കവർ പാസ്വേഡ് ബൈ SMS എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ ആണെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു SMS ആണെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക, അതായത് അപേക്ഷ കൊടുക്കുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിലേക്ക് ആ ഒരു പാസ്വേഡ് അത് നിങ്ങൾക്ക് വീണ്ടും റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു കോഡ് ലഭിക്കുന്നതും, അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് അതായത് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള കോഡ് നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ ആദ്യം തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പാസ്വേഡ് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ, അതായത് നിങ്ങൾ ഓൾറെഡി ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ ആ ഒരു എഡിറ്റുകൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതായത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള സ്കൂള്, അതുപോലെ കോഴ്സ്, അതുപോലെ തന്നെ അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ഏതൊരു ഓപ്ഷൻസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്ന സ്കൂളുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കുക. കാരണം നിങ്ങളുടെ അപേക്ഷയിൽ സാധാരണ കോമൺ ആയിട്ട് വരുന്ന തെറ്റുകളൊക്കെയാണ് അതിൽ നൽകിയിട്ടുള്ളത്. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള നിങ്ങളുടെ സ്കീം, മൊബൈൽ നമ്പർ, നിങ്ങളുടെ പേര്, SSLC രജിസ്റ്റർ നമ്പർ, അതുപോലുള്ള ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ് എന്നിവ ഒഴികെയുള്ള ഏതൊരു വിവരങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ അപേക്ഷയിൽ കൊടുക്കാവൂ. ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ തരുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കറക്റ്റ് നിർദ്ദേശങ്ങൾ ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് 31 വൈകിട്ട് 5 മണി വരെ ഈ ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.